ഹായ്. അപ്പോ ഇതെന്തിനാണെന്നറിയാമോ? കുറേ പിള്ളേര് പറഞ്ഞു സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങള് +2 ഒന്നും സയൻസ് പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ച് വിട്ടതാണ്. ഇപ്പൊ പഠിക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ. എനിക്ക് ആക്ച്വലി LDCക്ക് വേണ്ടി കുറെ ക്ലാസ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. LDCക്കും LGSനും വേണ്ടി. പക്ഷെ സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് സയൻസിന്റെ കാര്യത്തിലെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്ര ആയല്ലോ എന്ന്. അപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞതായിട്ട് ഇപ്പൊ കുറച്ച് 10th ലെവൽ എക്സാംസ് ഒക്കെ നടന്നു അല്ലെ. LGS ലെവലും LD ലെവലും CPO എക്സാമും അങ്ങനെ കുറച്ച് എക്സാംസ് ഒക്കെ നടന്നു. അപ്പൊ അതിന്റെ സയൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇത് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ ഏരിയ അങ്ങനെ കവർ ചെയ്ത് പോകും. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് റൗണ്ട് റിവിഷൻസിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒരു 101ഓളം സയൻസ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ കൂടുതലും LD ലെവലിലുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഡിഗ്രി ലെവലുകാർ നോക്കണ്ടെന്നല്ല പറഞ്ഞത്, അത് മറ്റൊരു സീരീസ് ആയിട്ട് ചെയ്യാം. കാരണം ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ കൂടുതലും NCERT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും മറ്റുമാണ് വരുന്നത്. അപ്പം ഇത് ഒരു 10th ലെവൽ അല്ലെങ്കിൽ ഒരു 12th ലെവലിലുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. കണ്ടോ, ഇത് ഈ വർഷം നടന്നിട്ടുള്ള ഒരു 10th ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നോക്കൂ. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് എന്നാണ് ചോദ്യം. സി നോക്ക്, രണ്ട് തരത്തിലുള്ള ഫുഡ് ചെയിൻ ഉണ്ട്. ഒന്ന് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയും, മറ്റേത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്നും പറയും. സി ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഗ്രേസിംഗ് ഫുഡ് ചെയിനെ പറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ വെച്ചപ്പോ രണ്ടും കൂടി ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അതായത് ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടൊക്കെ അല്ലെങ്കിൽ പലതരം ഫംഗസുകളൊക്കെ ഈ ഇതിലൊക്കെ എന്താ പറയാ, സാപ്രോഫൈറ്റ്സ് എന്ന് പറയില്ലേ, ശവങ്ങളില് മൃഗങ്ങളുടെ മൃതശരീരങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരില്ലേ, അല്ലെങ്കിൽ ആൽഗേസ്, ബാക്ടീരിയ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യും, വേണമെങ്കിൽ ഈ ഇതിലുള്ള ഇൻസെക്ട്സിനെയോ അല്ലെങ്കിൽ ഇതിലുള്ള മാഗോട്സ് ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞു പുഴുകള്, അതിനൊക്കെ വേണമെങ്കിൽ കിളികൾക്ക് തിന്നാം. അങ്ങനെ തുടങ്ങുന്ന ഒരു ഫുഡ് ചെയിൻ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 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 തെങ്ങ് വളരെ റോട്ടായി, അപ്പൊ അതും ഒരു കൂണുണ്ട്, ആ കൂണെടുത്ത് ഭക്ഷിക്കുന്ന ആ കൂൺ ഒരു മുയലെടുത്ത് ഭക്ഷിക്കുകയാണ്. ആ മുയലിനെ ഒരു സിംഹം പിടിച്ചു തിന്നു. അപ്പൊ അത്തരത്തില് ആദ്യം തന്നെ ഹരിതസസ്യം അല്ലാത്തത്, ഹരിതസസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തുള്ള ആകെയുള്ള ഒരു ഉൽപാദകർ എന്ന് പറയുന്നത് ഹരിതസസ്യങ്ങളാണ്. ഓക്കെ, അതായത് അവർക്ക് മാത്രം പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഹരിതസസ്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ട്, അതായത് ഒരു സസ്യബുക്ക്, സസ്യാഹാരം കഴിക്കുന്ന ഒരു മാനോ അല്ലെങ്കിൽ പശുവോ ഒക്കെ കഴിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ഭക്ഷ്യശൃംഖല ഉണ്ടല്ലോ, അതിന് ഗ്രേസിംഗ് ഫുഡ് ചെയിനും. അതേസമയം ആദ്യ തലത്തില് ഹരിതസസ്യമല്ലാത്ത കൂണോ ഫംഗസോ അല്ലെങ്കിൽ ആൽഗയോ ബാക്ടീരിയയോ അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് തുടങ്ങുന്നത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്നും പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്കിനി നോക്കാം. ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒന്ന് നോക്കേ. ഓപ്ഷൻസ് നോക്ക്. ഫസ്റ്റത്തെ ഉൽപാദകർ. ഉൽപാദകർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹരിത സസ്യങ്ങളാണ്. അവര് പ്രകാശ സംശ്ലേഷണം വഴി ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് അല്ലെ. അപ്പൊ അവരാരാണ്, ഉൽപാദകരാണ്. ഒന്നാം തലത്തിലാണ് പോഷണ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോഷണം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ ഹരിതസസ്യങ്ങളിൽ നിന്ന് പോഷണം പ്രാഥമിക ഉപഭോക്താക്കളായിട്ടുള്ള സസ്യം ഭക്ഷിക്കുന്ന പശുക്കളോ മുയലോ മാനോ അവരിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ രണ്ടാം തലത്തിൽ ആരാണുള്ളത്, രണ്ടാം പോഷണ തലത്തിൽ ആരാണുള്ളത്, പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഓക്കെ, മൂന്നാം തലത്തിലേക്ക് വരുമ്പോ ദ്വിതീയ ഉപഭോക്താക്കളിലേക്ക് എത്തി. അത് കഴിയുമ്പോൾ ആരാണ്, ഇരപിടിക്കുന്നവരിലേക്ക് എത്തി. ഓക്കെ, അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പോഷണതലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു SCERT ഭാഗം എടുത്തു വെച്ചിട്ടുണ്ട്. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. അതായത് ഒന്നാമത്തെ ഹരിതസസ്യങ്ങളുള്ളത് ഒന്നാം പോഷണതലം. ഓക്കെ, ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്ന് ആകയാൽ അവയെ ഒന്നാം പോഷണ തലത്തിൽ പെടുത്താം. അപ്പൊ സസ്യങ്ങൾ എവിടെയാണ്, ഒന്നാം പോഷണ തലത്തിലാണ്. ഇനി സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളോ രണ്ടാം പോഷണ തലത്തില്. ഓക്കെ, അവയെ ആശ്രയിക്കുന്ന മാംസാഹാരികളാണ് മൂന്നാമത്തേല്. ഇനി മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാരാണ് നാലാമത്തെ പോഷണ തലത്തിലുള്ളത്. ഇങ്ങനെ ഭക്ഷ്യശൃംഖലകൾ ഇങ്ങനെ ഭയങ്കര
കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്കറിയാം ഒരു ഒരു വലിയൊരു ശൃംഖല ഉണ്ടാവും, ഒരു ഭക്ഷ്യശൃംഖല ജാലമൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ജീവി തന്നെ വ്യത്യസ്ത പോഷണതലത്തിലേക്ക് ഉൾപ്പെടാം. ഓക്കെ ഓക്കെ, അത് നമുക്ക് അപ്പം നോക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഭക്ഷ്യശൃംഖലകൾ പരസ്പരം ഇടകലർന്ന് വരുന്ന ഒരു വലിയ ഭക്ഷ്യശൃംഖല ജാലമൊക്കെ ആവാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു ജീവി തന്നെ പലതിലും വന്നേക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എന്താണ് ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പട്ടി വേറൊരു മാംസാഹാരിയെ കഴിച്ചു. അതായത് ഒരു ഒരു പുഴുവിനെ കൊത്തി തിന്നുന്ന കോഴിയെ ഒരു പട്ടി കഴിച്ചു. ഓക്കെ. അപ്പൊ ഈ പട്ടി വരുന്നത് മൂന്നാമത്തേലാണ് വരുന്നത്, അല്ല നാലാമത്തേലാണ് വരുന്നത്. അതേസമയം ഈ പട്ടി എന്ന് പറയണത് ചിലപ്പോ ആദ്യം ഈ പട്ടി എന്ന് പറഞ്ഞ സാധനം തന്നെ ആദ്യം ഒരു മാംസാഹാരം കഴിച്ച് പിന്നീട് മറ്റൊരു ജീവിയിലേക്ക് വന്ന് അതിനെ കഴിക്കുന്ന ഒരാളായി മാറാനും സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ പല പോഷണ തലത്തിലേക്ക് മാറി വരാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. 5ാം ക്ലാസ് ലെവൽ കാര്യങ്ങളാണ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ പോഷണതലത്തിലെ ഉൽപാദകരാണ്, രണ്ടാമത്തേല് പ്രാഥമിക ഉപഭോക്താക്കളാണ്, പിന്നെ ആരാണ് ദ്വിതീയ ഉപഭോക്താക്കളാണ്, പിന്നെയാണ് തൃതീയ ഉപഭോക്താക്കൾ. ഓക്കെ. അപ്പൊ അത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതാണ് എന്ത്? ഒന്നിന് ഗുണം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. അതുപോലെ മരവാഴനെ പറ്റി ആലോചിച്ച് നോക്കിയേ. മരവാഴയ്ക്ക് ഇരിക്കാൻ ഒരു സ്ഥലം മാത്രം മാവ് കൊടുത്താൽ മതി, അല്ലെ? കാരണം അത് മരവാഴ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്തിൽക്കണ്ണീരെ പോലെ മാവിൽ നിന്നൊന്നും വലിച്ചെടുക്കില്ല. അതെല്ലാം അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈ ഈർപ്പൊക്കെ വലിച്ചെടുത്താണ് മരവാഴ ജീവിക്കുന്നത്. അപ്പൊ മാവിന് അറിയാനില്ല അവിടെ ഒരു മരവാഴ ഇരിപ്പുണ്ടെന്ന്. ഓക്കെ. അങ്ങനെയുള്ള ബന്ധങ്ങൾ എന്താ പറയാ? കമൻസിലിസം എന്നാണ് പറയാ. ഓക്കെ. ഇനി മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഗുണമുണ്ട്. ഇപ്പൊ പശുവിന്റെ മുകളില് ഇരിക്കുന്ന കാക്ക. ഓക്കെ. അപ്പൊ പശുവിന്റെ മുകളിലുള്ള കീടങ്ങളൊക്കെ കൊത്തി തിന്നുമ്പോ അതിനൊരു ചൊല്ലൊക്കെ പറയില്ല, അത് ഞാനിപ്പോഴും പറയുന്നില്ല. അപ്പൊ കാക്കയ്ക്ക് ഭക്ഷണം കിട്ടും, പശുവിന് ഈ ഒരു കീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും കിട്ടും. പരാത ജീവൻ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ എന്ത്? ഇത്തിൽക്കണ്ണി. ഓക്കെ. ഇത്തിൽക്കണ്ണി എന്താണ്? മാവിന്റെ മുകളിൽ ജീവിച്ച് മാവിന്റെ ഭക്ഷണം മുഴുവൻ വലിച്ചെടുത്ത്, അതായത് ഈ ജലം എല്ലാം ഒക്കെ വലിച്ചെടുത്താണ് ഇത്തിൽക്കണ്ണി ജീവിക്കുന്നത്. ഇത്തിൽക്കണ്ണി വന്ന് പലപ്പോഴും മാവൊക്കെ ഉണങ്ങിപ്പോവും. മത്സരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നെൽപ്പാടങ്ങളില് കളയുണ്ടെന്ന് വിചാരിക്കേ. അപ്പൊ എന്ത് ചെയ്യും? രണ്ടുപേരും നോക്കുന്നത്, നെല്ലും വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് ഇവിടെയുള്ള വളവും വെള്ളവും ഒക്കെ കിട്ടണം. കളയും വിചാരിക്കും എനിക്ക് ഇവിടെയുള്ള വളവും കിട്ടണം. ഓക്കെ. അങ്ങനെ ആദ്യം രണ്ടുപേരും മത്സരിക്കും. പിന്നെ അതിലൊന്നും ഇല്ലാണ്ടാവും. മിക്കവാറും നെല്ലൊക്കെ പോവും. പിന്നെ കള മാത്രം അത് ജീവിക്കും. അപ്പൊ കളയ്ക്കാണ് അവിടെ എന്ത്? പിന്നെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഓക്കെ. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നോക്കൂ, ഈ പൂമ്പാറ്റയും പൂവും തമ്മിലുള്ള ബന്ധം. അതെന്ത് ബന്ധാ? പൂമ്പാറ്റയും പൂവും തമ്മിലുള്ള ബന്ധം. പൂമ്പാറ്റയ്ക്ക് എന്ത് കിട്ടും? തേൻ കിട്ടും, പൂമ്പൊടി കിട്ടും. എന്നിട്ട് എന്തുണ്ടാവും? ഈ പൂമ്പൊടിയൊക്കെ വേറെ പൂവിൽ കൊണ്ടുവയ്ക്കുമ്പോ എന്ത് സംഭവിക്കും? പരാഗണം നടക്കും. രണ്ടുപേർക്കും ഗുണമുണ്ട്. അതെന്താണ്? മ്യൂച്വലിസം ആണ്. മാവും മരവാഴയാകുമ്പോഴോ? മാവും മരവാഴയാകുമ്പോ എന്താണ്? കമൻസലിസം ആണ്. ഇതെന്താ? നെല്ലും കളകളും ആകുമ്പോ മത്സരമാണ്. ഇതെന്താണ്? മാവ് ഇത്തിൽക്കണ്ണിയും പരാത ജീവനാണ്. ഇത് പ്രിഡേറ്ററി റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ഇരപിടിയൻ റിലേഷൻഷിപ്പ് ആണ് മാനും കടുവയും തമ്മിലുള്ളത്. ഓക്കെ. അപ്പൊ ഇരപിടുത്തം എന്ന് പറയുമ്പോൾ ഒന്നിന് ഗുണകരം മറ്റേന് ദോഷം. എന്താണ്? മാനിന് മാന്റെ ജീവൻ പോയി. ഓക്കെ. ഇരപിടിയന് ഭക്ഷണം കിട്ടും. പരാത ജീവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരമാണ്. ഓക്കെ. മത്സരം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, പക്ഷെ അതിജീവിക്കുന്നവയ്ക്ക് എന്താണ്? ഗുണമാണ്. ഓക്കെ. മ്യൂച്വലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ഗുണമാണ്. കമൻസിലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഓക്കെ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നോക്കിയേ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ നീലഗിരി താറ് വരയാടുണ്ടല്ലോ, ആ വരയാടുകളെ രവികുളം പാർക്കിൽ അവരുടെ ജനിച്ച സ്ഥലത്ത് തന്നെ അവിടെ തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. അവരെവിടേക്കും കൊണ്ടുപോകില്ല. അതൊരു ഇൻസിറ്റു കൺസർവേഷൻ ആണ്. അപ്പൊ വന്യജീവി സങ്കേതങ്ങള്, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ഇതെല്ലാം തന്നെ ആ ജീവജാലങ്ങളെ അവരുടെ സ്ഥലത്ത് തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷനിൽ പെടുന്നതാണ് ജീൻ ബാങ്കുകൾ. ജീൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ചെടികളുടെ ഒക്കെ അല്ലെങ്കിൽ ഈ ബീജമോ അല്ലെങ്കിൽ അതിന്റെ പ്രത്യുൽപാദനം നടത്താൻ പറ്റിയ വിത്തുകളും കാര്യങ്ങളൊക്കെ ഫ്രീസ് ചെയ്ത് അങ്ങനെ പല രൂപത്തിൽ സൂക്ഷിക്കുന്നതാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അത് എക്സിറ്റു കൺസർവേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്. ഇനി സേക്രഡ് ഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാവുകളാണ് കേട്ടോ. കാവുകളാണ്.
അപ്പൊ കാവ് തീണ്ടല്ലേ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ഒരു ജനവാസ മേഖലയുടെ ഇടയ്ക്ക് ഒരു കൊച്ചു സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ഇടതോർന്നൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങൾ, അവിടെ പാമ്പും കാര്യങ്ങളൊക്കെ, പാമ്പും കാവും എന്നൊക്കെ നിങ്ങൾ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തുനിന്ന് അതിനെ കൊണ്ടുപോയി, ഇപ്പൊ സിംഹങ്ങള് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കണം, അപ്പൊ സിംഹങ്ങൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവർക്ക് പ്രജനനമൊക്കെ നിർത്താനുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് നമ്മൾ പറഞ്ഞു, കൈറോ പ്രിസർവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ SCERT-ലുള്ള ഭാഗങ്ങൾ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. PDF കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പലപ്പോഴായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ SCERT-ത്തെ കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക. അത് ഇവിടെ ഇദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തു വെച്ചേക്കണം, പലപ്പോഴും ചോദിക്കാറുണ്ട്. വാൾട്ടർ ജി റോസൻ ആണ് എന്ത് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്, കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന്, ഈ ഒരു പദസൂര്യയിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്സിൽ ചോദ്യങ്ങൾ വരാനായിട്ട് 10th ലെവലൊക്കെ വരാനുള്ള നല്ലൊരു സാധനമാണിത്. അതായത് ഒരു ജൈവ വൈവിധ്യത്തിന്റെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെ? പോഷക ചംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്ത് വിതരണം, മണ്ണ് രൂപീകരണം, പിന്നെന്താണ് മണ്ണൊലിപ്പ് തടയൽ, പിന്നെ O2 CO2 സന്തുലനം, ശുദ്ധവെള്ളം, ശുദ്ധജല ലഭ്യത, വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥ നിയന്ത്രണം. ഓക്കെ, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യത. അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ വരികയാണ് ജൈവ വൈവിധ്യത്തിന്റെ ഗുണങ്ങളില് സൗന്ദര്യാസ്വാദനവും വിനോദങ്ങള് പഠനങ്ങള് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുണ്ട്. എക്സാം ഹാളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം, കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ളതാണ്. കൊഹീഷൻ എന്ന് പറഞ്ഞാലോ? കൊഹീഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്മാത്രകൾ തമ്മിലുള്ളത്. ഗുരുത്വാകർഷണ ബലം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ന്യൂക്ലിയർ ബലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ആറ്റത്തിലുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അഡീഷൻ എന്ന് പറയുന്നതാണ് വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ബലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ എന്താണ് എണ്ണ നിങ്ങളുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഓക്കെ, അതെന്താണ്? അഡീഷൻ ആണ്. എണ്ണയും നിങ്ങളുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ വെള്ളം താഴോട്ട് ഇങ്ങനെ നിരപ്പിലോട്ട് ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണെന്ന് വിചാരിക്കും. അത് വെള്ളവും തമ്മിലുള്ള ആ ബന്ധം എന്താണ്? അത് കൊഹീഷൻ ബലമാണ്. ഓക്കെ അല്ലെ? അപ്പൊ അഡീഷൻ ബലം ഉണ്ടാവുമ്പോഴാണ് കേശിക, ഒരു കുഞ്ഞു ട്യൂബിലൂടെ അഡീഷൻ ബലം ഉണ്ടാവുമ്പോഴാണ് കേശിക ഉയർച്ച ഉണ്ടാവുക, കേശിക താഴ്ച ഉണ്ടാവുന്നത് നമ്മുടെ കൊഹീഷൻ ബലം കൂടുമ്പോഴാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്രയാണ്? പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. 11.2 km/s ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പലരും ആ ഒരു പേപ്പറിൽ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ആംഫോടെറിക് ഓക്സൈഡ്. ആംഫോടെറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ അസഡിക് ആയിട്ടുള്ള ഓക്സൈഡ്സിനെ പറ്റിയിട്ടും ബേസിക് ആയിട്ടുള്ള ഓക്സൈഡ്സിനെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ടാവും. അസഡിക് നേച്ചറുള്ള ഓക്സൈഡ്സ് എന്താണ്? അതായത് നമ്മൾക്ക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ആയിട്ട് പ്രവർത്തിച്ചുണ്ടാവുന്ന സാധനങ്ങളാണ്. ഇത് കണ്ടല്ലേ, SO2, ZNO, NO2, CaO, ഇതെല്ലാം തന്നെ ഓക്സിജൻ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന സാധനങ്ങളാണ് നമ്മൾ ഓക്സൈഡ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഓക്സൈഡുകളെ നമുക്ക് അസഡിക്, ബേസിക്, ആംഫോടെറിക് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നിങ്ങനെ വേർതിരിക്കാം. നിങ്ങൾക്ക് ആ ആംഫോ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ ആംഫിബിയൻസ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആംഫോടെറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന, രണ്ടുമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് എന്ത് ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ഇത്ര പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അപ്പൊ അതുകൊണ്ട് ഇത്ര കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും പ്രവർത്തിക്കാൻ കഴിയും. ഓക്കെ, ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ പ്രധാനപ്പെട്ട ആംഫോടെറിക് ഓക്സൈഡ്സുകളുടെ പേര് നല്ലോണം ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇതിനപ്പുറത്ത് ചോദിക്കാൻ വഴിയില്ല, ബാക്കിയുള്ളതൊക്കെ റയർ ആണ്. ഓക്കെ, അപ്പോ സിങ്ക് ഓക്സൈഡ്, ടിൻ ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, അലുമിനിയം ഓക്സൈഡ്. ഓക്കെ, ZNO, SNO അതായത് എന്താണ്? നമ്മുടെ ടിൻ ഓക്സൈഡ്, PbO എന്താണ്? ലെഡ് ഓക്സൈഡ്, Al2O3. ഓക്കെ, ഈ 4 ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം? C ആയിട്ടുള്ള ZNO ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
കപട സംക്രമണ മൂലകം ഇതിൽ ഏതാണ് കപട സംക്രമണ മൂലകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപട സംക്രമണ മൂലകങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് സിങ്ക്, കാഡ്മിയം, HG. HG എന്ന് പറഞ്ഞാൽ എന്താണ്? HG എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതങ്ങ് ഓർത്ത് വെച്ചേക്കാം. അതായത് കപട സംക്രമണ മൂലകങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ആറ്റം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ ഇലക്ട്രോൺ വിന്യാസം ഒന്നും പറഞ്ഞു തരാതെ ഡി ബ്ലോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ബാക്കിയുള്ളതിൽ ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവാനേ സാധ്യതയുള്ളൂ. സോ കപട സംക്രമണ മൂലകങ്ങൾ ഇടയ്ക്ക് ചോദിക്കാറുള്ളത് കൊണ്ട് ഈ സിങ്ക്, കാഡ്മിയം, HG എന്ന് പറയുന്നത് നല്ലോണം അങ്ങ് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അത് D ആണ്, HG ആണ് നമ്മുടെ കപട സംക്രമണ മൂലകം ഈ കൂട്ടത്തില്. കേട്ടല്ലോ? ഓക്കെ, ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? നിങ്ങൾ ഉത്തോലകങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടാവല്ലോ. ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാല് ഏത് ക്ലാസ് ആണെന്ന് ഞാൻ മറന്നുപോയി. ഏത് ക്ലാസ് ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പക്ഷെ അത് ഫിസിക്സിൽ ഉള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഉത്തോലകങ്ങളെ ഇംഗ്ലീഷിൽ ലിവർ എന്ന് പറയും. ഫസ്റ്റ് ക്ലാസ് ഉത്തോലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ധാരം, രോധം, യക്തം എന്ന് 3 ടേംസ് ഉണ്ട്. ധാരം എന്ന് പറഞ്ഞാൽ അത് ബന്ധിപ്പിക്കുന്ന പോയിന്റ് ആണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞം ഇഫോർട്ടാണ്. ഓക്കെ, ഇഫോർട്ടാണ്. രോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം. നമുക്ക് ഇങ്ങോട്ട് നമ്മളിപ്പോ ഒരു കത്രിക വെച്ചിട്ട് ഒരു പേപ്പർ വെട്ടാൻ നോക്കുന്നു. ആ ഒരു ലോഡിനെയാണ് നമ്മൾ എന്ത് പറയാ? രോധം എന്ന് പറയാം. ഓക്കെ, അപ്പൊ കത്രിക എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയുള്ള സാധനമാണ് അല്ലെ. അത് എവിടെ? ഇവിടെയാണ് അതിന്റെ പോയിന്റ്. അതിനെ ധാരം എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ സാധനം വെക്കുക. അതിനെന്ത് പറയും? രോധം എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോട്ടോ കൊടുക്കുന്നത്. ഇവിടെയാണ് യജ്ഞം വരുന്നത്. ഓക്കെ, അപ്പൊ നടുക്കായിട്ട് ധാരവും ഈ ഫോട്ടോ യജ്ഞം ഇവിടെയും രോധം ഇവിടെയും വരികയാണെങ്കിൽ, യജ്ഞം ഇവിടെയും രോധം ഇവിടെയും വരികയാണെങ്കിൽ അതിനെ ഫസ്റ്റ് ക്ലാസ് ലിവർ അഥവാ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയും. രണ്ടാം വർഗത്തിൽ എങ്ങനെയാ? അറ്റത്താണ്. ഓക്കെ, ഒരറ്റത്താണ് സംഭവം ഉള്ളത്. ഇപ്പൊ പാക്കുവെട്ടിയൊക്കെ ഉണ്ടല്ലോ. പാക്കുവെട്ടിയിലൊക്കെ ഇവിടെയാണ് പാക്ക് വയ്ക്കുക. അപ്പൊ ഇവിടെയാണ് ധാരം ഉണ്ടാവുക, ഇവിടെയാണ് രോധം ഉണ്ടാവുക, ഇവിടെയാണ് യജ്ഞം ഉണ്ടാവുക. അതിനെയാണ് എന്ത് പറയാ? രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയാം. മൂന്നാം വർഗം ഏതാണ്? മൂന്നാം വർഗം എന്ന് പറഞ്ഞാൽ അറ്റത്ത് രോധം ഉണ്ടാവും, ഇഫോർട്ട് നടുക്ക് വരും. ഓക്കെ, ഇഫോർട്ട് നടുക്ക് വരും. ലോഡ് അറ്റത്താണ് ഉണ്ടാവുക. ഓക്കെ, ലോഡ് അറ്റത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ രോധത്തിന്റെയും ധാരത്തിന്റെയും നടുക്ക് യജ്ഞം വരുന്നതാണ് മൂന്നാമത്തേത്. ഓക്കെ, അപ്പൊ ഇതില് ഏതാണ് അങ്ങനെയുള്ളത്? ബോട്ടിൽ ഓപ്പണർ ആണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബോട്ടിൽ ഓപ്പണറിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് നോക്കി? ബോട്ടിൽ ഓപ്പണറിൽ നോക്ക്, ഇഫോർട്ട് ഇവിടെ വരുന്നു. ഓക്കെ, ഇഫോർട്ട് ഇവിടെ വരുന്നു. ഫൾക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരമാണ്. ധാരം ഇവിടെ വരുന്നു. റെസിസ്റ്റൻസ് അഥവാ രോധം ഇവിടെ വരുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നോക്ക്, ഇവിടെ ധാരം വരും, നടുക്കായിട്ട് യജ്ഞം വരും, പിന്നെ അറ്റത്ത് രോധം വരും. ഓക്കെ, അപ്പം ഇത് ബോട്ടിൽ ഓപ്പണർ ഒരു മൂന്നാം ക്ലാസ് ലിവറിന്, അതായത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എക്സാമ്പിൾസ് ഒക്കെ ഞാൻ PDF വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇത് ഫുള്ള് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് പറയാനുണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകലാണ് നമ്മുടെ ക്ലാസ്സിന്റെ ലക്ഷ്യം. ഓക്കെ, ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. കുറച്ച് ടെക്നിക്കൽ പ്രശ്നങ്ങൾ വന്നു, അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഓക്കെ, അപ്പൊ നോക്കൂ, PV വേഴ്സസ് P ഗ്രാഫ് ഇത് ഏത് വാതക നിയമത്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ബോയിൽസ് ലോ എന്താണെന്ന് അറിയാമല്ലോ. ബോയിൽസ് ലോ അനുസരിച്ച് എങ്ങനെയാണ്? P എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു V ആണ്. അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഓക്കെ, അപ്പൊ P ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/V. ഓക്കെ, അപ്പൊ PV എന്ന് പറഞ്ഞാൽ എന്താണ്? PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ PV വേഴ്സസ് P ആണ് നമുക്ക് തന്നിരിക്കുന്നത്. PV വേഴ്സസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു ക്രമമായിട്ടുള്ള ഇതാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ ബോയിൽസ് നിയമത്തിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് ബോയിൽസ് ലോ ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്
ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? നിയോഡിമിയം ആണ്. നിയോഡിമിയം ആണ്. ഓക്കെ. നിയോഡിമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള കാന്തങ്ങളാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അൽനിക്കോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അൽനിക്കോയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്. അയൺ, നിക്കൽ ആൻഡ് അലുമിനിയം ആണ് അൽനിക്കോ മാഗ്നറ്റ്സിൽ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സമാരിയം കൊബാൾട്ട് മാഗ്നറ്റ്സ് ഉണ്ട്. സമാരിയം കൊബാൾട്ട് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയർ എർത്ത് മാഗ്നറ്റ്സ് ആണ് കേട്ടോ. SnCO എന്നാണ് സമാരിയം കൊബാൾട്ട് മാഗ്നറ്റ്സിനെ പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തി. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ 2024 നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളെല്ലാം തന്നെ സോൾവ് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കാണുക, കണ്ടിട്ട് അതിന്റെ റെസ്പോൺസ് അനുസരിച്ച് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ. ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഫോട്ടോ എടുക്കണതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ക്ലാസ് മൊത്തം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് PDF തരാം. ഒരു 101 ചോദ്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 101 ചോദ്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ് എന്നൊരു ഐഡിയ ഉണ്ടാക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ ലാസ്റ്റ് ഘട്ടമായിട്ടുള്ള ഈ റിവിഷൻ കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.